ഹായ് ഫ്രണ്ട്സ്, ബിഗിനേഴ്സിന് ഈസി ആയിട്ട് സാരി ഉപയോഗിച്ച് അംബ്രല്ല കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടാലോ. ഓക്കെ, ഇവിടെ യോക്ക് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ തുണി നാലായിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഫ്രണ്ട് പാർട്ടിനും ബാക്ക് പാർട്ടിനും വേണ്ടിയിട്ട്. എൻ്റെ സൈഡിലേക്ക് ക്ലോസ്ഡ് സൈഡാണ്, ഈ സൈഡ് ഓപ്പൺ സൈഡ് ആയിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യാൻ പോകുന്ന യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ്. ലെങ്ത്ത് 14 ഇഞ്ചിലാണ് എടുക്കുന്നത്. 14 ഇഞ്ച് പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്, ഷോൾഡർ 6.5 ഇഞ്ച്, ചെസ്റ്റ് 9.5 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. പിന്നെ ബേസ്റ്റിനൊന്നും തയ്യൽ തുമ്പ് കൊടുക്കുന്നില്ല. പിന്നെ വേസ്റ്റ് റൗണ്ടിന് 8.25 ആണ് വരുന്നത്. അതിൻ്റെ കൂടെ ഒരു 0.5 ഡാർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം 8.75 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റ്സ്. അപ്പം ഈ മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്ക് തുണിയിലേക്ക് വരച്ചെടുക്കാം. ഇവിടെ നിന്നാണ് നമ്മൾ ബാക്കി മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാൻ പോകുന്നത്. ടോട്ടൽ ലെങ്ത് ആണ് ആദ്യം എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത് 14 പ്ലസ് 1 15 ഇഞ്ചാണ് അടയാളപ്പെടുത്താൻ പോകുന്നത്. 15 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇതിപ്പോൾ നമ്മൾ ലൈനിങ് തുണിയിലേക്കാണ് കട്ട് ചെയ്യുന്നത് ആദ്യം. അത് കഴിഞ്ഞ് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെയും ഒരു 15 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് 6.5 ഇഞ്ച് ഷോൾഡർ അങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. കറക്റ്റ് 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. താഴേക്കും 6.5 ഇഞ്ച് എടുത്തിട്ട് നമുക്ക് കൈക്കുഴി വരയ്ക്കണം. താഴേക്ക് 6.5 എടുത്തു. അപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്നൊരു 6.5 എടുത്ത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം 6.5 കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോയെന്ന്. ഇവിടുന്നും ഒരു 6.5 എടുക്കുക. അപ്പം നമുക്കിവിടെ 6.5ൻ്റെ ആ പോയിന്റ് കിട്ടി. വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് മെഷർമെന്റ് ആണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. ചെസ്റ്റ് 9.5 പ്ലസ് 1 ഇഞ്ചാണ്. 1.5 ഇഞ്ചാണ്. 9.5 പ്ലസ് 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. നമുക്ക് ഇവിടെ നേരെ ഒരു വരയിട്ട് കൊടുക്കാം. ഓക്കെ, ടോപ്പ് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുവേണ്ടി നെക്ക് ഡിസ്റ്റൻസ് 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. 3.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. നെക്ക് ഡിസ്റ്റൻസ്. സ്ലോപ്പ് 0.4ലാണ് ഞാൻ സ്ലോപ്പ് കൊടുക്കുന്നത്. നെക്ക് ഡിസ്റ്റൻസിന്റെ അവിടെ നമുക്ക് സ്ലോപ്പിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. വയ്ക്കേണ്ടത് നമ്മൾ വരയ്ക്കാനായിട്ട് ഇതിന്റെ സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തണം. 6.5 ഇഞ്ചിന്റെ സെന്റർ ആണ്. അപ്പൊ 3.4 വരുന്നത്. അപ്പോൾ കറക്റ്റ് ആയിട്ട് വരച്ചെടുക്കുക എന്നുള്ളത് നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ആ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മുടെ ആംഹോൾ നമ്മൾ നമ്മുടെ കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്തെടുക്കാൻ പോവാണ്. തയ്യൽ തുമ്പിലുള്ള 4 ഇഞ്ച് വിടണം. അതുപോലെ തന്നെ നമ്മൾ സ്ലോപ്പിനുള്ളതും മുകളിൽ വിടണം. ഇതാ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് 9 ഇഞ്ച് 1/2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാ മുകളിൽ നിന്ന് നേരെ 1/2 ഇഞ്ചിലേക്ക് ലൈൻ വരച്ചിട്ട് ഇപ്പൊ നമ്മൾ വരച്ച പുതിയ ലൈനിന്റെ സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഫ്രണ്ട് ആംഹോൾ നമ്മൾ കുഴിച്ച് വരച്ചെടുത്തിട്ടുണ്ട്. 10.5 ആണ് വരുന്നത്. ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു 10.5 അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ നമുക്ക് 9.25 അടയാളപ്പെടുത്തി കൊടുക്കണം. 8.25 പ്ലസ് 0.5 ഇഞ്ച് ഡാർട്ടിന് അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് 8.75 ആണ് വരുന്നത്. 8.75 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്.
നമുക്കിതാ ഇവിടുന്ന് ഒരു ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങോട്ടൊരു കേർവ് ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കണം. ഈ സൈഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കേർവ് ഷേപ്പിൽ 10.5 ആണ് ബേസ് പോയിന്റ്. അതിനേക്കാൾ 1/2 ഇഞ്ച് കൂടുതൽ, അതായത് 11 ഇഞ്ച്. ഓക്കെ, ഇവിടുന്ന് ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടുന്ന് നമുക്കൊരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം. ഈ ലൈൻ വന്നിരിക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്കൊരു 1/4 ഇഞ്ച്, അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കൊരു 1/4 ഇഞ്ച്. അതാണ് നമ്മുടെ ഡാട്ട് വരുന്നത്. നമുക്ക് ഈ പോയിന്റിൽ നിന്നും ഡാട്ടിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഓക്കെ, നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്റർ പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്യണം. നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പം സാരി ഇവിടെ ഞാൻ 2ആയിട്ട് മടക്കിയിട്ടുണ്ട്. നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2ആയിട്ടാണ് മടക്കിയിട്ടുള്ളത്. അതിനുശേഷം എന്താ ഇവിടെ കുറച്ചൊരു സ്പേസ് വിട്ടിട്ടാണ് നമ്മുടെ ലൈനിങ് വെച്ചിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ലൈനിങ് അടിച്ച് മറിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് ഇവിടെ വെച്ചു. രണ്ടും ബാക്ക് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പക്ഷേ സാരി അതിന് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നത്. മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഒഴുകി പോകുന്നതുകൊണ്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. സെൻറ്റർ പോയിന്റ് ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും മെയിൻ ക്ലോത്തിൽ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ വരുന്നിടത്ത്. പിന്നെ ഫ്രണ്ട് പീസിൻ്റെ അവിടെ നമ്മൾ ആം ഹോൾ ജസ്റ്റ് കുഴിച്ചെടുത്തതൊന്ന് മാർക്ക് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ ഞാനിവിടെ 4ആയിട്ടാണ് തുണി മടക്കിയിട്ടിരിക്കുന്നത്. ഇതാ ഇങ്ങനെ 2 സ്ലീവും ഒന്നിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ സൈഡിലെ ക്ലോസ്ഡ് സൈഡും ഈ സൈഡ് ഓപ്പൺ സൈഡുമാണ്. ആദ്യം നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ലെങ്ത് 14.5 ഇഞ്ചാണ് എനിക്ക് സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. അടിവശം അടിച്ച് മറിക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും മുകളിൽ സ്ലീവ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ചും കൂട്ടിയെടുക്കണം. അപ്പോൾ ടോട്ടൽ 15.5 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്ലീവ് ലെങ്ത്. 14.5 പ്ലസ് 1 ഇഞ്ച്. ഇവിടെയും നമുക്കൊരു 15.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് വിഡ്ത്ത് ആണ് അടയാളപ്പെടുത്തേണ്ടത്. വിഡ്ത്ത് 9 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ ആം ഹോൾ കർവ് എത്രയാണ് വരുന്നത് അതാണ് വിഡ്ത്ത് ആയിട്ട് വരുന്നത്. നമുക്ക് ആ 9 ഇഞ്ചിൽ നിന്ന് നേരെ താഴേക്ക് ഒരു 3.5 ഇഞ്ച് അടയാളപ്പെടുത്താം. 38 ചെസ്റ്റ് സൈസ് 40 ചെസ്റ്റ് സൈസ് ഒക്കെ ഉള്ളവർക്ക് ഈ 3.5 ഇഞ്ച് തന്നെയാണ് അടയാളപ്പെടുത്തേണ്ടത്. 3.5 ഇഞ്ച് അവിടുന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആക്കി മാറ്റാം. 9 ഇഞ്ചാണ് നമ്മുടെ ആം ഹോൾ കർവ് കിട്ടേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഈ കോർണറിൽ നിന്നും 9 ഇഞ്ച്, ഈ കോർണറിൽ നിന്നും 8.5 ഇഞ്ച് എവിടെയാണ് കിട്ടുന്നതെന്നൊന്ന് നോക്കാം.
ഇവിടെയാണ് 8.5 ഇഞ്ച് കിട്ടുന്നത്. 9 ഇഞ്ച് കിട്ടാൻ നമ്മൾ ഒരു 1/2 ഇഞ്ച് കുറച്ച് 8.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതിനുശേഷം ദാ ഇവിടുന്ന് ഒരു 1.5 ഇഞ്ചും കൂടി അടയാളപ്പെടുത്തി. സ്ലീവ് കട്ടിങ്ങിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതാ നമ്മുടെ ആം ഹോൾ വരച്ചിട്ട് നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. 1.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ കൊടുക്കുക. അതിനുശേഷം എന്താ നമുക്കൊരു നമ്മുടെ കൈക്കുഴിയുടെ ഒരു രീതിയിൽ നമുക്കങ്ങ് വരച്ചെടുക്കാം. ഇതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇത് 9 ഇഞ്ച് നമുക്ക് കിട്ടണം. നമുക്ക് 9 ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ 9 ഇഞ്ച് വരുന്നതൊക്കെ നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് എൻഡ് അടയാളപ്പെടുത്താം. സ്ലീവ് എൻഡ് 10 ഇഞ്ചാണ്. 10ന്റെ ഹാഫ് 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. ഓക്കെ, 6 അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇവിടുന്നും ഒരു തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് അങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഓക്കെ, അപ്പം അത്ര നമ്മൾ വരച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ആംഹോൾ ഒന്ന് കുഴിച്ചെടുക്കണം. അതിനിതാ ഇതുപോലെ തന്നെ ഇവിടെ നേരെ വരിക. അതിന് ഇവിടെയാണ് നമുക്ക് കുഴിവ് വരുന്നത്. ഇവിടെ നമുക്കൊരു 1/2 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം എന്താ ഇവിടുന്ന് ഇവിടെ വരെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ആദ്യം വരിക. അതിനുശേഷം ഈ 1/2 ഇഞ്ച് കുഴിവിലേക്ക് വരിക. ശേഷം നമുക്കിതാ ഇവിടുന്ന് ഇവിടെ വരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് മെല്ലെ മെല്ലെ നമുക്ക് കുഴിച്ചെടുക്കാം. ആദ്യം ഒരുപാട് കുഴിക്കരുത്, മെല്ലെ മെല്ലെ കുഴിച്ചിട്ട് നമുക്കിത് ഓക്കെ, ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യോക്ക് പാർട്ട് കട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ സ്ലീവ്സ് കട്ട് ചെയ്യുന്നതുമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അടുത്തത് സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് വീഡിയോ അടുത്ത എപ്പിസോഡിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയും ഉറപ്പായിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. ഇത് കണ്ടിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് ഒന്ന് പറയണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം. താങ്ക്